അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹസനുൽ ബസരി തങ്ങളുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അത് നമ്മൾ തിരിച്ചു പഠിച്ചതുമാണ്. ഹസനുൽ ബസരി തങ്ങൾക്ക് ഒരു സ്ത്രീ വന്നു കണ്ടു പറയുകയാണ്, ഹസനുൽ ബസരി തങ്ങളെ, എൻ്റെ മകൾ ഇന്ന് വഫാത്തായി പോയ ദിവസമാണ് തങ്ങളെ. എൻ്റെ മകളെ എനിക്കിന്ന് കാണാനൊരു പൂതിയുണ്ടെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ ഹസനുൽ ബസരി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് എടുക്കുമോ എന്ന് പാരായണം ചെയ്ത് കിടക്കണം. എന്നാൽ അത് നിങ്ങൾക്കൊരു സ്വപ്നം കാണുമെന്ന് പറഞ്ഞപ്പോൾ ആ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞ ദിക്റുകളെ ആ സ്ത്രീ എന്നും പാരായണം ചെയ്ത് കിടക്കുന്ന ഒരു ദിവസം ആ സ്ത്രീ ഒരു സ്വപ്നം കണ്ടു. എന്തായാലും ആ സ്വപ്നം, ആ ഭീകരമായ സ്വപ്നം ഹസനുൽ ബസരി തങ്ങളുടെ പിറ്റേ ദിവസമായപ്പോൾ ഹസനുൽ ബസരി തങ്ങളോട് പറയുകയാണ്, തങ്ങളെ, ഞാനൊരു സ്വപ്നം കണ്ടു. പക്ഷെ അത് അത് ഒരു സ്വർഗം സ്വപ്നമല്ല, അത് ഭീകരമായ സ്വപ്നമാണ്. എന്താ ആ ഭീകരമായ സ്വപ്നം എന്നോട് പറയൂ എന്ന് ചോദിച്ചപ്പോൾ, അത് എൻ്റെ മകൾ ഖബറിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാണ്. എന്നാൽ നീ ഇപ്പോൾ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഹസൻ ബസരി തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഹസൻ ബസരി തങ്ങൾ ആ ദിക്റുകളൊക്കെ പാരായണം ചെയ്ത് കിടന്നപ്പോൾ ഹസൻ ബസരി തങ്ങൾക്കൊരു സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ആ മകള് സ്വപ്നത്തിലാണ്. അപ്പോൾ ആ മകളോട് ഹസൻ ബസരി തങ്ങൾ പറയുകയാണ്, നിന്റെ ഉമ്മ വന്നുകൊണ്ട് പറയുകയാണ്, നീ ഖബറിൽ നിന്ന് ശിക്ഷ അനുഭവിക്കുകയാണല്ലോ, അപ്പം നീ എങ്ങനെയാണ് സ്വർഗത്തിലെത്തി ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറയുകയാണ്, എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ ഒരു നല്ല മനുഷ്യനായ മുഅ്മിന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലിയിട്ട് അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ആ മനുഷ്യൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒറ്റൊരു ദിക്ർ കൊണ്ട് ആ സ്ത്രീ സ്വർഗത്തിലെത്തിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.